വണ്ടി അവിടെ വെച്ചിട്ട് വന്നു. നീ വീണ്ടും അങ്ങേര് കൊണ്ടുപോയി നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറ. ഇത് കഷ്ടമാണോ എന്തോ, ഇത് ശരിയാവണമില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ ഞാൻ എൻ്റെ ബൈക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ കൊണ്ട് കൊടുത്തായിരുന്നു. സോ അതിനുശേഷം പുള്ളി എന്നെ വിളിച്ചു, കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇതിൻ്റെ 6 യൂണിറ്റിൽ നിന്ന് തിരിച്ച് ചാർജ് കയറുന്നില്ല എന്ന് പറഞ്ഞു. സോ ഞാൻ അടൂർ വിളിച്ചു, അടൂർ സർവീസ് സെൻ്ററിൽ വിളിച്ചിട്ട് അവരിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ സ്റ്റോക്കില്ല, അവർ ഓർഡർ കൊടുത്തേക്കാം, ഒരു വൺ വീക്കിനുള്ളിൽ സാധനം എത്തുമെന്ന് പറഞ്ഞു. കറക്റ്റ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ സാധനം എനിക്ക് കൊറിയർ അവർ തന്നു. അപ്പോൾ അത് ഞാൻ നമ്മുടെ അടുത്തുള്ള കൊറിയർ ഷോപ്പിൽ പോയി കളക്ട് ചെയ്തു. എന്നിട്ട് ഇത് ഞാൻ എൻ്റെ ആ ഫ്രണ്ടിൻ്റെ കൊണ്ട് കൊടുത്തു. അത് നമ്മൾ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോയും വിഷ്വൽസുമാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് എന്താണ് അവസ്ഥയെന്ന് നമുക്ക് അപ്പം നോക്കാം. ഇതിൻ്റെ 6 യൂണിറ്റ് വരുന്നത് ഈ കവറിൻ്റെ ബാക്കിലായിട്ടാണ്. അപ്പോൾ അത് ഊരാൻ കുറച്ച് ടൈം എടുക്കും. ഇത് മറ്റേ ജാവയുടെ ആയിരുന്നു, അല്ല മോജോയുടെ തന്നെ ആയിരുന്നു. അത് പ്രശ്നമെന്ന് പറഞ്ഞാൽ ചാർജിങ്ങിൽ കുറേ ഇഷ്യൂ ഉണ്ട് തിരിച്ച് കയറുമ്പോൾ. അല്ല അമ്മ ആ സാധനത്തിന് എന്തോ ക്വാളിറ്റി ഇല്ല എന്നുള്ളതുകൊണ്ട് പിന്നെ അവർ ജാവയുടെ നിന്നാണ് എടുത്തു തുടങ്ങിയത്. ഈ കാണുന്ന സാധനമാണ് 6 യൂണിറ്റ്, ആ അകത്ത് കാണുന്നത് ആ സാധനമാണ് നമുക്ക് മാറ്റേണ്ടത്. ഇതാണല്ലേ ആ സാധനം. അപ്പോൾ 6 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിത് റീപ്ലേസ് ചെയ്യാം പുതിയതായിട്ട്. ടെസ്റ്റഡ്. ഓക്കെ, ഇതാണ് പഴയ 6 യൂണിറ്റ്. നമുക്കിതിൻ്റെ പുതിയ സാധനം വാങ്ങിച്ചിട്ട് ബൈക്കിൽ വയ്ക്കാം. കള്ള നമുക്ക് ചാർജ് ഞാൻ 2 വട്ടം ചാർജ് ചെയ്തു, എന്നിട്ടും തിരിച്ച് കയറുന്നില്ല. അല്ല വ്യത്യാസം ഉണ്ടോ അത് ഇതുമായിട്ട്? സെയിം തന്നെയല്ലേ? ഓക്കെ ഓക്കെ. കോയിലെന്ന് പറഞ്ഞാൽ നമ്മളെ ഇഗ്നിഷൻ കോയിലേ എന്തായിരുന്നു? ആ സ്റ്റേറ്റർ കോയിൽ. അത് കഴിഞ്ഞ കൊല്ലം നോക്കിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞു. ആ പാർട്സ് കിട്ടാനില്ല. അന്ന് ഷോറൂമിൽ ചോദിച്ച സാധനം പോലും കിട്ടാനില്ലായിട്ടാണ് യവന്മാർ സെറ്റ് ചെയ്ത് തന്നത്. അതിപ്പം ജിജു പ്രോ എടുത്ത് വെച്ച പോലെ തന്നെ, എടുത്ത് വെച്ചാൽ ചിലപ്പോൾ സാധനം കാണും. ഇപ്പം ഞാൻ നേരത്തെ 6 യൂണിറ്റ് ഒക്കെ മേടിച്ച് വെച്ചാൽ ആവശ്യം വന്നപ്പോൾ എടുത്തതാണല്ലേ. അന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പിന്നെ എടുത്തങ്ങ് വെച്ചു. പോളിസി ബസാർ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, ഇന്ത്യ ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ഓ, അപ്പോൾ 6 യൂണിറ്റ് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാറ്ററി കണക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. മണി കിട്ടി. ഓടിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഓഫായി വണ്ടി. വീണ്ടും വഴിയിലായി. ഇപ്പോൾ റെഡിയാക്കി വണ്ടി എടുത്തേ ഉള്ളൂ. അതിന് മുന്നേ വണ്ടി വീണ്ടും കേടായി, ബാറ്ററി കംപ്ലീറ്റ് ഡൗൺ ആയി. ഇനി വീണ്ടും വേറെ ബാറ്ററി സെറ്റ് ചെയ്ത് വീണ്ടും എടുത്തിട്ട് പോകാം. വണ്ടി അവിടെ വെച്ചിട്ട് വന്നു. നീ വീണ്ടും അങ്ങേര് കൊണ്ടുപോയി നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇത് കഷ്ടമാണോ എന്തോ, ഇത് ശരിയാവണമില്ല. നോക്കട്ടെ, ഞാൻ അതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ വരും. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതലൊന്നുമില്ല. जब वफा निकला मैं को अंदर
वफा निकला